നിർത്തിക്കോ, ജീവൻ വേണമെങ്കിൽ നിർത്തി പൊയ്ക്കോ കേട്ടോ. വാർത്തയിലാണ്, വീട്ടിൽ വന്ന് അടിച്ച് പിരിക്കുന്നില്ലേ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിച്ചിരി രാഷ്ട്രീയം ആകാം എന്ന് തോന്നുന്നു. രാഷ്ട്രീയ കാലാവസ്ഥ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലത്ത് നമ്മൾ തിരഞ്ഞെടുപ്പ് വിഷയമൊന്നുമല്ല കേട്ടോ. നമ്മുടെ കൊല്ലം MLA മുകേഷ് സിനിമാ നടൻ എന്ന രീതിയിലാണ് പ്രസിദ്ധനായത്. പിന്നെ രാഷ്ട്രീയത്തിലൂടെ വന്നു, കൊല്ലം MLA എന്ന രീതിയിൽ പ്രസിദ്ധനായി. അപ്പോൾ ഏത് വിവാദ വിഷയങ്ങൾ വന്നാലും മുകേഷിൻ്റെ പേരൊന്ന് പരാമർശിക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നാലും വേറെ എന്ത് വിഷയം വന്നാലും മുകേഷ് ഇല്ലാത്ത കാര്യമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. മുകേഷ് പലപ്പോഴും ഫോണിൽ കൂടിയാണ് ഏറിപ്പോകുന്നത്. സ്ഥിരം ഫോൺ സംഭാഷണങ്ങളാണ് അദ്ദേഹത്തെ ഏറി കയറ്റുന്നത് എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ സംസാര രീതി പലപ്പോഴും പലർക്കും അരോചകമായി തോന്നുകയും ഒരു അഹങ്കാര മനോഭാവം അതിനകത്തുണ്ട്. എന്നേക്കാൾ വലിയവൻ ആരും ഇല്ല, എന്നെ അങ്ങനൊന്നും ആരും സംസാരിച്ച് എന്നെ വരുതിയിലാക്കാനൊന്നും നോക്കണ്ട എന്നുള്ളൊരു അഹങ്കാരം ഒരു ജനപ്രതിനിധിക്ക് ആവശ്യമില്ലാത്തൊരു സാധനമാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലാവോളം ഉണ്ട് എന്നെനിക്ക് തോന്നുന്നു. അഹന്ത, അഹംഭാവം, അതുപോലെ അഹങ്കാരം, ഈ 3 കാര്യങ്ങൾ അദ്ദേഹത്തിൽ ഒത്തുചേർന്നിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഫോൺ സംഭാഷണങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് പലപ്പോഴും മനസ്സിലാകും. ഒരു സിനിമാ നടനാണെങ്കിൽ ഓക്കെ, കാരണം അവർ കാശ് കൊടുത്ത് അഭിനയിക്കുന്നു, അവർക്ക് ജാടയാകാം, എന്ത് വേണമെങ്കിലും ആകാം. പക്ഷേ ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ മാറുമ്പോൾ ജനങ്ങളുടെ ആവശ്യങ്ങൾ അത് നീതിയുള്ളതാകാം, നീതി ഇല്ലാത്തതാകാം, അത് ക്ഷമാപൂർവം കേൾക്കുകയും അതിന് പരിഹാരം നിർദ്ദേശിക്കുകയും തന്നെ കൊണ്ട് പറ്റില്ലെങ്കിൽ ഞാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞ് വെക്കുകയാണ് സാധാരണ വേണ്ടത്. പക്ഷേ ആ രീതിയിലല്ല മുകേഷ് എന്ന് പറയുന്ന MLA പലപ്പോഴും പെരുമാറിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഫോൺ സംഭാഷണങ്ങളൊക്കെ പലപ്പോഴും വരുമ്പോഴൊക്കെ നമ്മൾ പലപ്പോഴും അദ്ദേഹം ഏറിപ്പോവും. ഇപ്പോഴും അത് തന്നെ സംഭവിച്ചിട്ടുണ്ട്. സംഭവം നടക്കുന്നതെന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കാലത്തും കണ്ടാണ്. തെരഞ്ഞെടുപ്പ് കാലത്തിന് അല്പം മുമ്പ് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് കാലങ്ങളിലും രാഷ്ട്രീയക്കാരുടെയൊക്കെ ചട്ടുകമായി മാറിയൊരു വ്യക്തിയാണ് രാഗം രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ഒരു പാവം പിടിച്ച ഗൗതം എന്ന് വിളിക്കുന്ന തിരുവനന്തപുരത്തുകാരനായ പാവം പിടിച്ച ഒരുത്തൻ്റെ കയ്യിൽ നിന്ന് 5 ലക്ഷം രൂപ ജോലിക്ക് വേണ്ടി വാങ്ങിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ അദ്ദേഹത്തിൻ്റെ ചാനലിൽ ആണ് ജോലി കൊടുക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞ് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, അവിടെ ചെന്നിരിക്കുക എന്നുള്ളൂ. ശമ്പളം കിട്ടിയൊന്നും തന്നെ തദൈവ. ഏതായാലും 2-3 മാസം കഴിഞ്ഞപ്പം പുള്ളിക്ക് മനസ്സിലായി ഇത് ഉഡായിപ്പാണ്. കാരണം ഒരു ഓഫീസ് തുടങ്ങിയത് തന്നെ പുള്ളിക്ക് ജോലി കൊടുക്കാൻ വേണ്ടിയാണ്. 5 ലക്ഷം രൂപ കിട്ടാൻ വേണ്ടി ഒരു ഓഫീസ് തുടങ്ങി, അവിടെ ഒരു ജോലിയും കൊടുത്തു. അപ്പോൾ അവിടെ വേറെ പണിയൊന്നുമില്ല, ഇവിടെ ചെന്നിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഏതായാലും ഈ ഉഡായിപ്പ് മനസ്സിലാക്കിയ ഈ ഗൗതം എന്ന് പറയുന്ന വ്യക്തി മുകേഷുമായിട്ട് തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ അടുത്ത ബന്ധം പുലർത്തിയ വ്യക്തിയാണ് രാഗം രാധാകൃഷ്ണൻ. അല്ലെങ്കിൽ ഈ ഗൗതം എന്ന് പറയുന്ന വ്യക്തിയെ ആ ചെറുപ്പക്കാരനെ പറഞ്ഞിപ്പിച്ചു എന്ന് തന്നെ മനസ്സിലാക്കാം. ഏതായാലും അമ്മയും, കിഡ്നി പേഷ്യൻ്റായ അമ്മയും മുത്തശ്ശിയും മാത്രമായിരുന്നു കൂട്ടിനുണ്ടായിരുന്നത്. ഗൗതം ഏതായാലും മുകേഷിനെ വിളിച്ചു. മുകേഷിനോട് പറഞ്ഞു, അതുപോലെ രാഗം രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി തന്നെ പറ്റിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം പറഞ്ഞു, ഇത് കുഴപ്പമൊന്നുമില്ല, എൻ്റെ അറിവിൽ പുള്ളി വളരെ മാന്യനായ വ്യക്തിയാണ്, തെരഞ്ഞെടുപ്പൊന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മുകേഷിൻ്റെ വിധം മാറി. നിങ്ങൾ MLA കണ്ട് പറയും, നിങ്ങളുടെ MLAയോട് പറയും എന്നൊക്കെ പറഞ്ഞ് ഒഴിവൊഴിവ് നടത്തി. അവസാനം മുകേഷിനെ ഈ പയ്യൻ വീണ്ടും ബന്ധപ്പെട്ടപ്പോഴാണ് ആ ഞെട്ടിപ്പിക്കുന്ന ഫോൺ സംഭാഷണം പുറത്താകുന്നത്. നമുക്കതൊന്ന് കേൾക്കാം. കേട്ടതിന് ശേഷം മാത്രമേ ബാക്കി പറയാൻ പറ്റത്തുള്ളൂ. ഒരു മനുഷ്യനിൽ എന്തുമാത്രം അഹങ്കാരവും അഹന്തയും ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ ഫോൺ സംഭാഷണം കേൾക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. പിന്നെ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല, നമുക്കതൊന്ന് കേൾക്കാം. ആരാണ്? അല്ല, എനിക്കൊരു മിസ് കോൾ വന്നോണ്ട് ഞാൻ തിരിച്ചു വിളിച്ചതാണ് കേട്ടോ. സാറാണോ? അതെ, അതറിയാമല്ലോ, പിന്നെന്തിനാണ് ആരാണെന്ന് ചോദിക്കുന്നത്? അല്ല സാർ, ഞാൻ 2-3 നമ്പറിൽ വിളിച്ചത്, അതാണ്. ശരി, പറഞ്ഞു. ആരാണ്, എവിടുന്നാണ്? ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. തിരുവനന്തപുരത്ത് എവിടെയാ? തിരുവനന്തപുരത്ത് ഊരുട്ടമ്പലത്തുനിന്നാണ്.
ഊരുട്ടമ്പലം. പറഞ്ഞോ, എന്തായിരുന്നു? ആദ്യമൊക്കെ സംസാരിക്കുന്നത് വളരെ സൗമ്യമായിട്ടും ഒരാൾ ഫോൺ എടുത്ത് എങ്ങനെ സംസാരിക്കും. അതുപോലെ തന്നെ മുകേഷിനെ അങ്ങോട്ട് വിളിച്ചിട്ട് മുകേഷിനെ എടുക്കാൻ പറ്റിയില്ല. മുകേഷ് തിരിച്ചു വിളിച്ചു. അത് ജനപ്രതിനിധിക്ക് വേണ്ട അത്യാവശ്യം വേണ്ട ഒരു ഗുണം തന്നെയാണ്. അത് മുകേഷ് പ്രകടിപ്പിക്കുകയും ചെയ്തു. പിന്നെ മുകേഷ് വളരെ കാര്യമായിട്ട് തന്നെ ആ പയ്യനോട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ള സംഭാഷണം കേൾക്കുമ്പോഴാണ് നമുക്ക് ബാക്കി കൂടെ മനസ്സിലാകുന്നത്. സാറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ രാധാകൃഷ്ണൻ. ഹലോ, കേൾക്കണ്ട. സുഹൃത്താ? ഏത് സുഹൃത്ത്? ഏത് സുഹൃത്ത്? അല്ല, സുഹൃത്തിനൊക്കെ ഒരു അർത്ഥമുണ്ട്. ഞാനിത് അങ്ങോട്ട്, ഇത് എന്റെ നമ്പർ ഉണ്ടല്ലോ, സൈബറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അതെ. കോടതിയുടെ തീരുമാനമാണ്, സൈബറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അതെ സാർ, ഞാന് ആള് വരും. ഈ രാധാകൃഷ്ണൻ തങ്ങളുടെ ഉറ്റ സുഹൃത്താണെന്ന് പറയുമ്പോൾ ഇത്രയും എന്താ പറയുന്നത്, വൈലൻ്റ് ആവേണ്ട കാര്യമില്ലല്ലോ. ഒരു സുഹൃത്താണെന്ന് പറഞ്ഞു, എൻ്റെ സുഹൃത്തൊന്നുമല്ല, എനിക്ക് കണ്ടുപരിചയമുണ്ട്, തെരഞ്ഞെടുപ്പ് കാലത്തിലൊക്കെ എന്നോട് സഹകരിച്ചിട്ടുണ്ട്. പക്ഷേ പുള്ളിയുടെ ചില സ്വഭാവങ്ങൾ മനസ്സിലാക്കി ഞാനതിൽ നിന്ന് എൻ്റെ സുഹൃത്തൊന്നും അല്ല എന്ന് പറഞ്ഞ് മാറ്റേണ്ടതാണ്. പക്ഷെ അതല്ല, അങ്ങ് കോപിക്കുകയാണ്. ഇല്ല, എന്താ പറയുന്നത്, പൊട്ടിത്തെറിക്കുന്ന മുകേഷിനെയാണ് പിന്നെ കാണാൻ പറ്റുന്നത്. പയ്യനെ പീഡിപ്പിക്കുകയാണ്. ആ കൊച്ചു പയ്യനെ പീഡിപ്പിച്ച് നിന്നെ ഞാൻ ശരിയാക്കി തന്നെ സൈബർ പോലീസിൻ്റെ മറ്റേത് കോള് ഡീക്കി, ഇതൊക്കെ ആരാണെന്നാ മനസ്സിലാവാത്തത്. ഇത് കേട്ടു വന്നു. എന്താണ് ചോദിക്കാൻ? സുഹൃത്താ? അല്ല, ഞാൻ വാർത്തയിലൊക്കെ കേട്ടോന്ന് അറിയാതെ. നിർത്തിക്കോ, ജീവൻ വേണമെങ്കിൽ നിർത്തിക്കോ കേട്ടോ. വാർത്തയിലാ വീട്ടിൽ വന്ന് അടിച്ച് പിരിക്കുന്നില്ലേ സാർ? ഞാൻ അങ്ങനെയല്ല സാർ, വാർത്തയാ. ഇപ്പൊ വരും. എന്റെ മേഴ്സിയിലാണ് ഞാൻ പറയുന്നത്. അയാൾ അറിയാതെ വിളിച്ചു പോയതാണ്, വിട്ടുകളയെന്ന് പറഞ്ഞാൽ ഓക്കെ. അതല്ലെങ്കിൽ ഒന്ന് അന്വേഷിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ വീട്ടിൽ നീ ഉറങ്ങത്തില്ല. ആകാശം സുഹൃത്താ? ഞാൻ വാർത്തയിൽ അങ്ങനെ പറഞ്ഞപ്പോ വെച്ച് പൊയ്ക്കോ. ജീവൻ കൊതിയുണ്ടെങ്കിൽ വെച്ച് പൊയ്ക്കോ കേട്ടോ. ഇനി മേലാൽ ഈ തരത്തിലുള്ള ഒരു കോളും ആരും വിളിക്കരുത് കേട്ടോ. നിന്റെ നമ്പർ നോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നീ വന്നു കഴിഞ്ഞാൽ നീ ജീവിക്കത്തില്ല, വേറെ സ്ഥലത്ത് ജീവിക്കും കേട്ടോ. ഇറങ്ങിയിരിക്കുകയാണോ പരിപാടിയായിട്ട്? അപ്പം ഈ പയ്യനെ അകത്താക്കി കളയും, നിന്നെ ശരിയാക്കി കളയുമെന്നൊക്കെയാ പറയുന്നത്. എന്താ പറയുക, ഒരു ജനപ്രതിനിധികളെ വിളിച്ച് ഫോണിൽ കൂടെ വിളിച്ച് ഒരു കാര്യം അവതരിപ്പിച്ച് കഴിഞ്ഞപ്പം സുഹൃത്താണെന്നൊന്ന് പറഞ്ഞു പോയി. തൻ്റെ സുഹൃത്തല്ലെങ്കിൽ അങ്ങ് തുറന്നു പറയണം, അത്രയേ ഉള്ളൂ കാര്യം. പക്ഷെ അതിന് ഈ പയ്യനോട് അത് കാണിച്ചു തരും, ഇത് കാണിച്ചു തരും. ഇങ്ങനെ ആരാണെന്ന് ഇങ്ങനെ വിചാരം അല്ലേ? ഇങ്ങനെ ആരാണെന്ന് വിചാരം? ഇവിടെ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയെ പോലും വിമർശിക്കുന്ന കാലമാണ്. ആർക്ക് വേണമെങ്കിലും ആരും വിമർശിക്കാം. ആ സമയത്ത് എൻ്റെ ഫോണ് എല്ലാ രേഖകളും എടുക്കുന്നുണ്ട്. തന്നെ വിമർശിക്കാനും പറ്റത്തില്ല, തന്നെ ഫോൺ വിളിക്കാനും പറ്റത്തില്ല. എന്ത് ചെയ്താലും അത് ഉടൻ തന്നെ പോലീസ് വരും, നിന്നെ ശരിയാക്കി കളയും, നിന്നെ വെച്ചേക്കത്തില്ല എന്നൊക്കെയുള്ള ഭീഷണിപ്പെടുത്തുന്ന സംഭാഷണമാണ്. ആ പയ്യൻ സത്യം പറഞ്ഞ പാവം പിടിച്ചൊരു പയ്യനാണ്. അവന് ആകപ്പാട് വരണ്ടുപോയി എന്നുള്ള ആ ഫോൺ സംഭാഷണത്തിൽ മനസ്സിലാവും. അവനും ഒന്നും പറയാൻ പറ്റുന്നില്ല, അങ്ങ് ചാടിക്കടിച്ചേക്കുമില്ലേ. ഇങ്ങനെയൊക്കെ സത്യം പറഞ്ഞ ഒരു ജനപ്രതിനിധിയായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ ജനാധിപത്യ കേരളത്തിന് തന്നെ മോശമാണ്. മുകേഷിനെ പറ്റി പല അപവാദങ്ങളും പല വിവാദങ്ങളും അതുപോലെ തന്നെ പല ഫോൺ സംഭാഷണവുമായിട്ട് ബന്ധപ്പെട്ട പല വിഷയങ്ങളും വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ സത്യം പറഞ്ഞാൽ മുകേഷ് എന്ന് പറയുന്ന വ്യക്തി അവൻ ഏത് ലെവലാണ് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാകുന്ന കാര്യങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഹേമ കമ്മിറ്റി വിഷയം വന്നപ്പം ഒരു സ്ത്രീ ഉന്നയിച്ച ആരോപണങ്ങൾ ഇതെല്ലാം നമ്മുടെ കൺമുമ്പിലുണ്ട്. അപ്പം ചില വിഗ്രഹങ്ങൾ തകർന്നു പോകും എന്നുള്ളതാണ്. ഒരുപക്ഷെ മുകേഷ് എന്ന് പറഞ്ഞ വ്യക്തി ഒരുപക്ഷെ ഈ MLA അല്ലായിരുന്നുവെങ്കിൽ ഒരു കാരണവശാൽ ഈ വ്യക്തിയൊന്നും വിളിച്ച് മുകേഷിനോട് പരാതിപ്പെടത്തൊന്നുമില്ല അല്ലേ? പരാതിപ്പെടത്തില്ല. ഒരു സിനിമാ നടനാണെങ്കിൽ മുകേഷിനോട് ആരും പരാതിപ്പെടത്തില്ല. ഒരു ജനപ്രതിനിധിയാകാൻ ഒരു വ്യക്തി തീരുമാനിച്ചു കഴിഞ്ഞാൽ പൊതുജനങ്ങളുടെ ആവശ്യങ്ങളും ആവലാതികളും ഒക്കെ കേൾക്കാൻ അവൻ ബാധ്യസ്ഥനാണ്. അതിനുവേണ്ടിയാണ് ജനപ്രതിനിധിയായിട്ട് കയറുന്നത്. അല്ലാതെ ഞാൻ കൊമ്പത്തെ ആളാണ്, എന്നോടൊന്നും ഇതൊന്നും പറ്റത്തില്ല, നിന്നെ ശരിയാക്കി കളയും എന്നൊക്കെ പറഞ്ഞാൽ
നല്ല ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ അത് മടക്കി ഓടിച്ച് അങ്ങോട്ട് പോക്കറ്റ് ഇട്ട് വയ്ക്കുക എന്ന് മാത്രമേ ഉള്ളൂ. മാന്യമായ ഭാഷയെ പറയണ്ട അല്ലേ? ഇത് ജനാധിപത്യമാണ്. ഇവിടെ ആരെയും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മുകേഷ് ആരാണെന്നാണ് മുകേഷിൻ്റെ വിചാരം? മുകേഷ് ആരാണെന്ന് അറിയാൻ വയ്യെങ്കിൽ മുകേഷ് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കണ്ണാടി എടുത്ത് നോക്കുക. മനുഷ്യൻ്റെ ഒരു ജന്മം മാത്രമേ ഉള്ളൂ. ചിലർക്ക് അധികാരം കിട്ടിക്കഴിയുമ്പോൾ അത്രമേലങ്ങ് ദുഷിച്ചു പോകുന്ന ഒരു മനുഷ്യനായിട്ട് മുകേഷ് മാറിയിരിക്കുന്നു എന്നാണ് ഈ സംഭാഷണം കേൾക്കുമ്പോൾ മനസ്സിലായത്. അപ്പം അധികാരികൾ ഇത് ശ്രദ്ധാപൂർവം വീക്ഷിക്കും. മുകേഷിൻ്റെ നടപടി എടുക്കുമെന്നൊന്നും അറിയില്ല. അടുത്ത് കഴിഞ്ഞപ്പോൾ ചിലപ്പം സീറ്റ് കൊടുക്കാതെ പോകുമായിരിക്കും. പാർട്ടി തന്നെ എതിരാണ്. പലപ്പോഴും നമ്മൾ വാർത്ത കാണുന്നത് പാർട്ടി തന്നെ എതിരാണ് മുകേഷിനെ. അങ്ങനൊരു അവസ്ഥയാണ്. അപ്പം മുകേഷിന് എതിരെ നടപടി സ്വീകരിക്കുമെന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നില്ല. കാരണം അധികാരവും പവറും ഒക്കെ ഉള്ളവർക്ക് എന്തും ആകാമെന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഏതായാലും ആ പാവം പയ്യൻ എന്ത് ചെയ്യും എന്നറിയാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കാം. കേസ് അന്വേഷണം നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ രാധാകൃഷ്ണനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് പയ്യൻ. അതിൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് പല വെട്ടീരിൻ്റെ കഥയിൽ ഈ രാധാകൃഷ്ണൻ ഒരു ഭാഗമൊക്കെ ആണെന്നും പറയുന്നുണ്ട്. അതൊക്കെ അന്വേഷിക്കട്ടെ, കണ്ടുപിടിക്കട്ടെ അല്ലേ? നമുക്ക് അത്യാവശ്യമായിട്ട് പറയുന്നത് മുകേഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഫോൺ സംഭാഷണം പുറത്തു വന്നപ്പോൾ ഉള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് വിശദമായിട്ട് അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്താം. ഓക്കെ, ബൈ.